സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമ്മ പെങ്ങന്മാരെ, എന്റെ ആരാധ്യൻ. നഗ്ന നേത്രങ്ങളാൽ ദൃശ്യമാവുന്നത് മുഴുവൻ പരമമായ സത്യമായിക്കൊള്ളണമെന്നില്ല. പഞ്ചഭൂതങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും ആവർത്തനത്തിന്റെ നിഗൂഢതയിൽ സമഞ്ജസമായി സമ്മേളിക്കുമ്പോൾ ഉത്ഭൂതമാകുന്ന ജുഗുപ്സാവഹമായ വെറും തോന്നലാവാം അത്. സുഹൃത്തെ, എത്ര വിശദീകരിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാക്കാനൊക്കാത്ത 1000 പരിരംഭണങ്ങളുണ്ട് പ്രപഞ്ചത്തിൽ. மெய்யெடுத்து நான் போடும் கையெடுத்து அன்பே, உலகம் மொழியில் வரும் எல்லாமே நேரெடுத்து காதல் தான் கண்ணெடுத்து அன்பே. மயிலிரே மயிலிரே வருடுகிறாய் மெல்ல, மழை நிலவே மழை நிலவே விழியில் எல்லாம் എന്താ പറയാ? ആരാ? ദേവു കെ അച്ഛാ, ദേവും സിദ്ധു റാമ കേറുക. ആ ദേവു മോളെ, അവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ? എല്ലാം ശരിയായില്ലേ? ഇനി കേസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമില്ലല്ലോ? എല്ലാം ഓക്കെ ആക്കിയിട്ടല്ലേ വന്നേ? കമ്പനിക്കാരി എങ്ങനെ? നോട്ട് ബാഡ്. വലിയ വീടാണല്ലോ. ദേവേട്ടൻ ഒരുപാട് അങ്ങ് വളർന്നല്ലേ. ഞാൻ തറവാട്ടി വന്നിട്ടുണ്ട്. ഇവിടെ ഇതാദ്യമായിട്ടാ. ഇത് ഇന്ദ്രയുടെയും എൻ്റെ മോൻ്റെയും വീടാണോ? അവിടെ ഒന്നുമില്ല അച്ഛാ, എല്ലാം ശരിയായി. മറൈൻ ഗ്രൂപ്പുമായിട്ടുള്ള പുതിയ പ്രോജക്റ്റ് വന്നതിന് ശേഷമല്ലേ ഇതൊക്കെ നടന്നത്. ഇപ്പം എല്ലാം ഓക്കെ ആയി. ഇനി ഒന്നും ഉണ്ടാവത്തില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. അവിടുത്തെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പിള്ളേരെ കാണണം, ചില തീരുമാനങ്ങളൊക്കെ എടുക്കണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അച്ചു അല്ല കിച്ചു എവിടെ? ഇവിടെ ഇല്ലേ? അതെ, മുത്തശ്ശ ആരെയും കണ്ടില്ലല്ലോ. എന്താ ഈ ടൈമൊക്കെ? ആരും ഓഫീസിൽ പോയി കാണത്തില്ലെന്നറിയാം. ഇവിടെയൊക്കെ വന്ന് നിൽക്കേണ്ടതാണല്ലോ എല്ലാരും. എല്ലാരും എവിടെ? പിള്ളേരൊക്കെ എവിടെ? എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. ഒന്നും ഓഫീസിലൊന്നും പോകുന്നില്ല ഇപ്പം. എല്ലാരും അവരവരുടെ ഫാമിലി, കപ്പിൾ ലൈഫ്, ഫാമിലി ലൈഫ്, ടൂർ, ട്രിപ്പ് എന്നൊക്കെ പറഞ്ഞ് കണ്ടില്ലേ? 2 നിന്നെ വിളിക്കാനെന്നും പറഞ്ഞുകൊണ്ട് അവൻ വന്നപ്പോ അവന്റെ പിറകേതോ അവനും വന്നു. മറ്റേ 2 അങ്ങ് വില്ലയിൽ പോയേക്കുക. നിന്റെ മൂത്ത മോനും അതിന്റെ ഹസ്ബൻഡും. പിന്നെ ഇന്ദ്ര ഇവിടെ ഉണ്ട്, കിച്ചു ഇവിടെ ഉണ്ട്, അഗി അകത്തോടെ കാണും. ബാക്കി എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. നീ അങ്ങോട്ട് ചെല്ല്. അങ്ങോട്ടങ്ങോട്ട് ചെല്ലുമ്പോ ഓരോന്നിനായിട്ട് കണ്ടു പോവാം. എന്റെ ദൈവമേ, അപ്പൊ കാശി ക്ലാസ്സിന് പോകുന്നില്ലേ? കറങ്ങിക്കൊണ്ട് നടക്കാണ് ആദമിന്റെ കൂടെ. എന്റെ പൊന്നടിയേ, നീയേ പഠിച്ച് ഇങ്ങനെ ആയി ദേവമോളെ. ഇനി ആ ചെറുക്കനെങ്കിലും വെറുതെ വിട്. എടാ നീ തന്നെ പറ ദേവ അവളോട്. ആ ചെറുക്കൻ PG എഴുതാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി? ആദമിനെക്കാളും മൂത്തതാവൻ. വെറുതെ അവനെ മാറ്റിക്കാനായിട്ട് മുതുക്ക് പ്രായത്തിന് കോളേജിൽ പറഞ്ഞു കൊടുത്ത അവന് ക്വാളിഫിക്കേഷൻ PG ഇല്ലെങ്കിൽ വേണ്ട. ഉള്ള ക്വാളിഫിക്കേഷനുള്ള ജോലി നിനക്ക് കൊടുത്തൂടെ ഓഫീസില്? വെറുതെ അതിനെ ഇട്ട കോളേജിലെ കൊച്ചു പിള്ളേരുടെ ഇടയിൽ കൊണ്ടിരുത്തിക്കോളും. നിനക്ക് എന്താണ്? അച്ഛനൊന്ന് പോയേ. അച്ഛനതൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഞാൻ ശിവേട്ടന് വാക്ക് കൊടുത്തതാ 3നെയും പഠിപ്പിച്ച് നല്ല രീതിയിൽ തന്നെ എത്തിക്കുമെന്ന്. ഒരുത്തൻ അച്ഛന് വാക്ക് കൊടുത്തെന്നുള്ള വാശിയിലെങ്കിലും ഡോക്ടർ ആയിട്ടുണ്ട് ഉന്തിയും തള്ളി. പിന്നെ കിച്ചുവിന് വയ്യാതെയൊക്കെ ആയതുകൊണ്ട് തന്നെ ഞാൻ അത്ര ഇത് കൊടുക്കാത്തതാ. എന്നാലും അവനെ ഇനി തൊട്ട് പിടിച്ചിരുത്താൻ പറ്റത്തില്ല. പഠിക്കാൻ വിടണം. ഇപ്പൊ അവൻ ഓക്കെയാ. അവന്റെ സ്റ്റേബിൾ കണ്ടീഷനൊക്കെ ഓക്കെയാ. അതെനിക്ക് ഉറപ്പാ. ഞാൻ അവനെ ഫോൺ വിളിച്ചപ്പോ അവനോട് സംസാരിച്ചതല്ലേ. പിന്നെ കാശി ഈ പോക്കാണെങ്കിൽ ഉണ്ടല്ലോ, യുവ ഗ്രൂപ്പ്സ് എന്റെ കാലശേഷം എന്റെ മോൻ ഡോക്ടർ ജോലി രാജിവെച്ചിട്ടിരുന്ന് നോക്കേണ്ടി വരും. അതിന് ഞാൻ സമ്മതിക്കത്തില്ല. അവന്റെ അച്ഛന്റെ ആഗ്രഹമായിരുന്നു അവന്മാർ 2 ഡോക്ടർ ആവണം, ഇവനെ കമ്പനി ഏൽപ്പിക്കണമെന്നുള്ളത്. അതുകൊണ്ട് അവനെ തന്നെ ഞാൻ ഏൽപ്പിക്കും. അതിനി അവൻ കിളവനായിട്ട് PG എഴുതിയെടുത്താലും എനിക്ക് കുഴപ്പമില്ല. പണ്ടത്തെ നീ തന്നെ. നിനക്ക് ഒരു വാശിക്ക് ഒരു മാറ്റവും ഇല്ല. അതിനിപ്പോ ഞാനൊക്കെ PG ഉണ്ടായിട്ടാണോ ഇത്രയും വലിയൊരു കമ്പനി നോക്കി നടത്തി ഇത്രത്തോളം എത്തിച്ചത്? അല്ലല്ലോ.
എടി അതങ്ങ് ഏൽപ്പിച്ചേരെ. പിന്നെ പിന്നെ അവനെല്ലാം പഠിച്ച് പഠിച്ച് മെച്ചൂർഡ് ആയിക്കോളും. ഇപ്പോ അച്ഛനേക്കാളും കുട്ടികളിയൊക്കെ ഉണ്ട്, അത് ശരിയാ. ആ 3 ഇത്തിരിയെങ്കിലും ബോധമുള്ള അച്ഛന, അത് പറയാതിരിക്കാൻ വയ്യ. പക്ഷെ എന്നും പറഞ്ഞ് ഒരു കമ്പനിയുടെ ചെയർമാനൊക്കെ ആയി കഴിഞ്ഞാ അവൻ സെറ്റ് ആവും, നീ നോക്കിക്കോ. അല്ലെങ്കിൽ ഓ ഒന്ന് പോയേ ദേവേട്ടാ. ഇപ്പുറത്തിരിക്കുന്ന പേന എടുത്ത് അപ്പുറത്ത് വയ്ക്കാൻ അറിയാത്തവനാ കമ്പനി നോക്കാൻ പോകുന്ന. അവൻ കുറച്ചുകൂടെ പഠിക്കട്ടെ, എന്നാലും PG കംപ്ലീറ്റ് ചെയ്യട്ടെ. കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ ഏൽപ്പിക്കും. 2 വർഷം ചെറുക്കൻ വെറുതെ കളഞ്ഞത്. മറ്റേവൻ ഡോക്ടറായി. അവന്റെ കൂടെ ഇവനും കൂടി നിന്നെങ്കിലുണ്ടല്ലോ എന്റെ കിച്ചു ഇപ്പൊ ഡോക്ടറായിട്ട് ഇറങ്ങിയനെ. ഏതായാലും അവനെ ഡോക്ടർ നോക്കാൻ പോകുന്നില്ല. കിച്ചുനോട് ചോദിക്കട്ടെ അവൻ എന്ത് പഠിക്കാൻ ആഗ്രഹമെന്ന്. എന്നിട്ട് എന്താന്ന് വെച്ചാ അതിനെ അവന് വിടാം. അതേ നടക്കത്തുള്ളൂ. ഏതായാലും കാശിയുടെ കാര്യത്തിൽ നോ കോംപ്രമൈസ് ചേട്ടന്മാരെ. നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും നടക്കാൻ പോകുന്നില്ല. അച്ഛനും ഇനി അത് ഓർത്ത് എൻ്റെ അടുത്ത് ടയർ പൊട്ടിക്കാൻ നിൽക്കണ്ട. അല്ല വാസുവേട്ടൻ വരൂന്ന് പറഞ്ഞു. സിദ്ധു ഇന്നാണോ വരുന്നേ? ആ ഇനി ഞങ്ങളായിട്ട് നിന്റെ അടുത്ത് ഒന്നും പറയുന്നില്ല. ആ വാസുവേട്ടൻ എന്നാ വരുന്നേ? അർജുൻ ഇവിടെ ഉണ്ട്. ആ ദേ വന്നല്ലോ. ഓർമ്മയുണ്ടോടാ നിനക്ക് ദേവമ്മേ? ആ പിന്നെ ഓർമ്മയില്ലാണ്ടിരിക്കോ? ലാസ്റ്റ് ഞാൻ ദേവമ്മയെ കാണുന്നത് ശിവങ്ങള് മരിച്ചെന്നാ. അതിനുശേഷം പോയിട്ട് പിന്നെ ഇവിടെ വന്നായിരുന്നു. ദേവമ്മയെ കാണാനുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ലല്ലോ. ആ സുഖാണോ? സുഖാണ്. നീ ഒരുപാടങ്ങ് വളർന്നല്ലോ. പണ്ട് ഞാൻ കാണുമ്പോ നീ ചെറിയൊരു കൊച്ചായിരുന്നു. എന്നാ ഞാൻ അകത്തോട്ട് പോട്ടെ. എനിക്ക് കിച്ചുവിനെ ഒന്ന് കാണണം, അവനോടൊന്ന് സംസാരിക്കണം. ശരിനാ. കാശി ആദമ്മ വില്ലയിലാന്നല്ലേ പറഞ്ഞേ? അവരിന്ന് വരുമോ? ആ വരുമോളെ, അവര് രാവിലെ വിളിച്ചായിരുന്നു. ഇന്നലെ എന്തോ ലേറ്റ് എന്തോ ആയോണ്ടാ അന്ന് കയറി കിടന്നത്. പിന്നെ ഇന്നലെ ഇന്ദ്ര വന്നപ്പോഴും നല്ല ലേറ്റ് ആയിരുന്നു. അവിടെ നിന്ന് ഇറങ്ങിന്നാ പറഞ്ഞത്. ഇപ്പൊ ഇങ്ങെത്തും. മോള് ചെന്ന് അവരെയൊക്കെ കാണും. ശരി. സിദ്ധുവേ, നീ എന്തോന്നും മിണ്ടാത്ത? എങ്ങനെ ഉണ്ടായിരുന്നു നിന്റെ മുംബൈ ട്രിപ്പൊക്കെ? ഇവിടെന്ന് വലിയ ആഗ്രഹത്തിൽ ഇറങ്ങി ഓടിയതല്ലേ? എന്നിട്ട് എന്താ നിന്റെ മുഖം ഇഞ്ചി അടിച്ച് അണ്ണാനാ പോലെ ഇരിക്കുന്നേ? എവൻ നിന്നെ എവിടെ കൊണ്ടുപോയില്ലേ? ഞാൻ അച്ഛനെ പോലെ കൊണ്ടുപോകത്തേന്നല്ല, എന്റെ പൊന്നെ ദേവച്ച. അവിടെ നങ്ങറ്റം വരി ഇവിടെ നങ്ങറ്റം വരി ഇവ ഷർദിലായിരുന്നു. അതിന്റെ ക്ഷീണത്തിൽ എങ്ങനെ കിളി പറന്ന് നിൽക്കുന്നു. അതുകൊണ്ട് പിന്നെ ചെറിയൊരു തലവേദന. എന്നാ ഞാൻ പോയി കിടക്കട്ടെ അച്ഛാ. എനിക്ക് ഒട്ടും വയ്യ. ഞാൻ ഒന്ന് ഫ്രഷ് ആയിട്ട് ഉറങ്ങി എണീറ്റിട്ട് വന്നിട്ട് എല്ലാവരോടും മിണ്ടാം. ആ അത് മതി. ചെല്ലു പോ. നീ പോടാ. അല്ല അർജുനെ, മോനെന്താ പെട്ടെന്ന് വെളിയിലോട്ട് ഇറങ്ങി തന്നെ? പ്രോജക്റ്റ് ഒക്കെ തീർന്നായിരുന്നോ? 2 ദിവസം കൊണ്ട് റൂമിൽ തന്നെയാ? ചെയ്യാനുള്ള വർക്കൊക്കെ ചെയ്ത് തീർത്തോ? ആ ഓൾമോസ്റ്റ് മുത്തശ്ശ. അച്ഛനിപ്പോ വരൂന്ന് പറഞ്ഞു. അതാ ഞാൻ ഇറങ്ങി വന്നത്. ഞാൻ ഇവിടെ സൗണ്ട് ആയിട്ട് അച്ഛനെന്നാ വിചാരിച്ചേ. ഓൾമോസ്റ്റ് എന്ന് പറഞ്ഞാൽ തീർന്നു. ഇനി ചെറിയൊരു ടച്ചപ്പ് പരിപാടി കൂടെ ഉള്ളൂ. അതുകൂടെ ചെയ്ത് കഴിഞ്ഞാൽ തീർന്നു. പിന്നെ എനിക്ക് എന്റെ ഇന്ദ്രയുടെ നിങ്ങളുടെ കൂടെയൊക്കെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാം. എന്താ ഞാൻ എന്നാ പോയി ബാക്കി കൂടെ തീർക്കട്ടെ. അപ്പോഴത്തേനും അച്ഛനെങ്ങ് എത്തും. ആ അച്ഛൻ വാസുവേട്ടൻ വരുന്നത് നല്ലതിനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നീ എന്തിനാ ദേവ പേടിക്കുന്നേ? പണ്ടത്തെ കാലമല്ല, മക്കളൊക്കെ തലയ്ക്ക് മീതെ വളർന്ന കാലമാ. ഇന്ന് വല്ലതും സംഭവിച്ച, അല്ലെങ്കിൽ അവൻ വല്ലതും ചെയ്തു കഴിഞ്ഞാ നിന്റെ ചേട്ടനാ അല്ലെങ്കിൽ എന്റെ മൂത്ത മോന എന്നുള്ള കാര്യം നമ്മുടെ മക്കളും നിന്റെ മക്കളും എന്റെ ചെറുമക്കളും ഒന്ന് മറക്കും. സ്വന്തം അച്ഛനെ പോലും ഇഷ്ടമല്ലാത്ത ഒരുത്തനാ അവന്റെ മോൻ. അഖില് വെറുതെ എന്തിനാ നമ്മളതോർത്ത് പേടിക്കേണ്ട ആവശ്യമില്ല. പിള്ളേര് തലയ്ക്കും മീതെ വളർന്നു കഴിഞ്ഞാൽ പിള്ളേരെ പേടിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കൂട്ടും. അത്രേ ഉള്ളൂ. നോക്കാം അവൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. അതിനല്ലേ നമുക്ക് പറ്റൂ, അല്ലാതെ വേറെ ഒന്നിനും പറ്റത്തില്ലല്ലോ മോനെ. നീ സമാധാനപ്പെടും, ഒന്നും ഉണ്ടാവില്ല. നമ്മളെ കൂടെ നമ്മളെ പിള്ളേരില്ലേടാ. അതിനേക്കാളും കരുതി എന്തോന്ന് വേണം? അതാ എന്റെ പേടി. നമ്മളെപ്പോലെ ഇമോഷൻസിനോ ഫീലിങ്സിനോ ഒന്നും ഒരു വിലയും കൽപ്പിക്കാത്ത സ്വഭാവമാണ് വാസുവേട്ടൻ്റെത്. ഒന്നും ചെയ്യാൻ മടിക്കത്തില്ല അങ്ങേരുടെ ഭാഗം ചെയ്യിക്കാനായിട്ട്. ഇപ്പൊ എന്തിനാ ഇങ്ങനൊരു വരക്കോന്നാ എനിക്ക് മനസ്സിലാവാത്തത്. കല്യാണത്തിന് പോലും കണ്ടില്ല പിള്ളേരുടെ, ഇപ്പൊ ഓടിക്കൊണ്ട് വരുവോ? എന്തായാലും തറയക്കൂടയില് വരുന്നേ, നോക്കാം എന്താ പറ്റാന്ന്. അച്ഛൻ പറഞ്ഞ പോലെ പിള്ളേരുള്ളതാ എന്റെ ഒരു സമാധാനം. നോക്കാം. ഹലോ, എക്സ്ക്യൂസ് മീ. 2 പേര് നേരത്തെ ഞാൻ ഇവിടെ വന്നപ്പോ എവിടെയായിരുന്നു?
നേരത്തെയോ? നേരത്തെ എപ്പം? അല്ല, നീ എപ്പോഴാ വന്നേ? അതൊക്കെ ഞാൻ വന്നു. എന്തായിരുന്നു ബാത്റൂമിനകത്തുനിന്നൊരു മുക്കലും മൂളലൊക്കെ? എന്തായിരുന്നു അതിനകത്ത്? സത്യം പറ കേട്ടാ, എന്തായിരുന്നു അതിനകത്ത്? ആരാഗി? ആ, എന്തിനായിരുന്നോ? എന്തുവാ മുക്കല് മൂളെന്നൊക്കെ പറയുന്നിട്ട്? എന്താ പ്രശ്നം? എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമല്ല. അവനൊരു ആത്മകഥം പറഞ്ഞത് അല്ലേടാ. ഇവനോട് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോ പച്ചയ്ക്ക് വിളിച്ചു പറയും. നീ എന്തിനാ വന്നേ? അത് പറ. ഓ, ഞാൻ അത് മറന്നുപോയി. ഞാൻ അത് പറയാനും നേരത്തെ ഇവിടെ വന്നേ. അപ്പൊ പിന്നെ ബാത്റൂമിനകത്തുനിന്ന് മുക്കലും മൂളലും വിളിയൊക്കെ കേട്ടോണ്ട് പിന്നെ ഞാൻ തിരിച്ചറിഞ്ഞപ്പോയി നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ച്. ഞാൻ മാരീഡ്, എനിക്കറിയാം എന്തായിരിക്കും അവിടെ നടന്നിട്ടുണ്ടെന്ന്. നിന്ന് അഭിനയിക്കുന്നുണ്ടല്ലേ? അത് അച്ചു, ഞാന് ഒന്ന് പുറത്തു പോവാ, എനിക്കൊരാളെ കാണാനുണ്ട്. പോയിട്ട് ചിലപ്പോൾ ലൈറ്റ് ആവും, ചിലപ്പോൾ നേരത്തെ വരും. അത് നിങ്ങളോട് പറഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ചു. ഇവിടെ വേറെ ആരെയും ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. അതാ നിങ്ങളോട് ഒന്ന് പറയാം. എന്നെ തിരക്കുന്നുണ്ടെങ്കിൽ നിങ്ങളല്ലേ മേ ബി തിരക്കത്തുള്ളൂ, അതുകൊണ്ട് വന്ന് പറഞ്ഞതാ. അപ്പൊ ശരി, ഞാൻ ഇറങ്ങുക. അല്ല, നിങ്ങളെവിടെയും പോകുന്നുണ്ടോ? അല്ല, കുളിച്ച് റെഡി ആവുന്നോണ്ട് ചോദിച്ചതാ. ആ, കുളിച്ചത് നീ നേരത്തെ പറഞ്ഞതിൻ്റെ ബാലൻസ് ആയിരുന്നു. പോകുന്നുണ്ടോന്ന് ചോദിച്ചാൽ പോകുന്നുണ്ട്. അഗിയോട് ഞാൻ ഇതുവരെ പറഞ്ഞില്ല. ഇപ്പം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇറങ്ങി വന്നത്. ഞങ്ങൾ വിഷ്ണുവിൻ്റെ വീട് വരെ പോവാം. ഞാനിതുവരെ ജർമ്മനിയിൽ നിന്ന് വന്നിട്ട് അവൻ്റെ വീട്ടിൽ അവൻ്റെ അമ്മ വിളിച്ചുകൊണ്ടിരിക്കുക. കുറേ ദിവസമായി ഇതുവരെ പോയില്ല. ഇവിടെ വന്നതും ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആര് തിരക്കായിരുന്നല്ലോ. ഇന്നെന്തായാലും പോവാമെന്ന് വിചാരിച്ചു. ഇനി വച്ച് താമസിപ്പിക്കണ്ടെന്ന് വിചാരിച്ചു. അവർ ചിലപ്പോൾ അങ്ങ് പാലക്കാട് തിരിച്ചു പോകും, അമ്മയുടെ നാട്ടിലോട്ട്. അതിനു മുമ്പേ ഒന്ന് പോയി തല കാണിക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ്. അപ്പോൾ എൻ്റെ കൂടെ അഗിയും കാണും. ഞങ്ങൾ ഒരുമിച്ചാണ് പോകുന്നത്. അതിപ്പോൾ അങ്ങനെയാണല്ലോ, ഇരിപ്പ് വശം. അപ്പൊ ശരി, എന്നാ ഞാൻ ഇറങ്ങുക. എന്നാ നിങ്ങൾ വിട്ടോ, ഞാനും പോട്ടെ. എനിക്ക് നേരത്തെ വരണം. എന്നാ ശരി, ബൈ. ആടാ ബൈ. നീ എന്തിനാ അവനോട് അങ്ങനെ പറഞ്ഞേ? അവൻ എന്ത് വിചാരിച്ചു കാണൂല. നാണക്കേട്. ഞാൻ ഇനി അവന്റെ മുഖത്തൊക്കെ നോക്കും. ഓ, എൻ്റെ കൂടെ എത്തി അങ്ങനെയൊക്കെ ചെയ്തത് അത്രയ്ക്ക് നാണക്കേടാണെങ്കിൽ പിന്നെ എന്തിനാ ചെയ്തത്? ഓ, ഞാൻ നിർത്താൻ പോയപ്പോൾ എന്തിനാ എന്നെ പിടിച്ചു നിർത്തിയേ? അല്ല, ചെയ്തൊന്നും പോലെ എന്നിട്ട് നാണക്കേട് പോലും. ഓ, ചെയ്തപ്പോൾ ഈ നാണക്കേടം ഞാൻ കണ്ടില്ലല്ലോ. ഭയങ്കര ശുഷ്കാന്തി ആയിരുന്നല്ലോ എന്നെക്കാരും. പെട്ടെന്ന് വരുന്നുണ്ടെങ്കിൽ ഒരുങ്ങി വരാൻ നോക്കും. ഞാൻ പോവാ. അല്ലെങ്കിലും നമ്മളെ ആർക്കും വേണ്ടല്ലോ, മാറും. എൻ്റെ ദൈവം, ഈ മുതലിനെ ഞാൻ എങ്ങനെ ലൈഫ് ലോങ് സഹിക്കും? തൊട്ടേനും പിടിച്ചേനും പിണക്കം. ആഹാ, എടാ കള്ള തിരുമാലി. അപ്പൊ നീ ഞാൻ അറിയാതെ ആ മുതലിനെ ലൈഫ് ലോങ് സഹിക്കാനായിട്ട് തീരുമാനം എടുത്തല്ലേ? അമ്മ അമ്മ എന്തോന്നും മിണ്ടാതെന്നേ. ഐ റിയലി മിസ്ഡ് യു. ഒറ്റയ്ക്ക് പറ്റത്തില്ല എന്നൊക്കെ തോന്നി. എപ്പോഴും വന്നേ? നാളെ എത്തുന്നല്ലേ പറഞ്ഞേ? അതുകൊണ്ടെന്താ, ഇന്ന് നേരത്തെ എത്തി. എന്റെ വീരശൂര പരാക്രമി ഇങ്ങനെയൊന്നും കരയരുത് കേട്ടോ. ഉള്ളതിലാകെ ഇത്തിരി തണ്ടും തടിയൊക്കെ ഉള്ള നിനക്കാം. നീ കൂടി കരഞ്ഞു കഴിഞ്ഞാ എല്ലാരും അമ്മയെ പോലെ ആയിപ്പോത്തില്ലേ? അച്ഛനെ പോലെ ആരെങ്കിലും വേണ്ടേ? അതിന് എൻ്റെ അമ്മ ബോൾഡല്ലെന്നാരാ പറഞ്ഞേ? ഇത്രയൊക്കെ സംഭവിച്ചിട്ട് എൻ്റെ അമ്മ ഇങ്ങനെ ഒറ്റയ്ക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ അച്ഛനമ്മയുടെ മുമ്പ് ഒന്നുമല്ല അമ്മ. അമ്മയ്ക്ക് കിച്ചുനെ കാണണ്ടേ? കിച്ചു തന്നെ അവിടെ വന്ന് കണ്ടായിരുന്നു. നീ തന്നെയല്ലേ പറഞ്ഞു വിട്ട നിന്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ. എനിക്ക് എന്റെ ബാക്കി 2 മക്കളായിരുന്നു കാണേണ്ടത്. അതാ ഓടി ഇങ്ങോട്ട് തന്നെ വന്നത്. ഇല്ലെങ്കിൽ അവന്റെ അടുത്ത് പോയിട്ട് വരത്തുള്ളൂ. ഇളയ പുത്രസ്നേഹം എന്ന് പറഞ്ഞ് പിന്നെ എന്നോട് പുച്ഛിക്കാനല്ലേ നിനക്കൊക്കെ രണ്ടിനും. ഒരുത്തൻ ഭർത്താവിന്റെ കൂടെ എവിടെയോ പോയേക്കാന്നറിഞ്ഞു. വരട്ടെ, കൊടുക്കുന്നുണ്ട് ഞാൻ. അമ്മയെ മറന്നിട്ടുള്ളവന്റെ കറക്കം ഞാൻ നിർത്തുന്നുണ്ട്. അല്ല, നിനക്കെന്താ പ്രേമമാണോ ആ പോയ സാധനത്തിനോട്? ചേച്ചേ, അമ്മ വിചാരിക്കും പോലത്തെ പൈങ്കിളി പ്രേമൊന്നുമല്ല. ഐ എം വെരി വെരി സീരിയസ് അബൌട്ട് ഹിം. എനിക്ക് പറ്റത്തില്ല അമ്മ ആ സാധനം ഇല്ലാണ്ട്. എൻ്റെ വേവലന്തിന് പറ്റിയ സാധനമേ അല്ല. എനിക്ക് ഇത്രേഷം വേണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. അതുകൊട്ടെ, അവിടുത്തെ കാര്യങ്ങളൊക്കെ ഓക്കെ ആയില്ലേ അമ്മ? എല്ലാം സെറ്റായിട്ടല്ലേ വന്നേ? ഓൾമോസ്റ്റ്.
നീ ഇന്നലെ ഇന്ദ്രനെ കിച്ചുവിൻ്റെ അടുത്തോട്ട് പറഞ്ഞു വിട്ടല്ലേ? ആ അമ്മ, ഞാൻ പറയുന്ന കേക്ക്. വേണ്ടമ്മ, അവൻ ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് ആ ചെയ്തതിനെല്ലാത്തിനും. ഇപ്പോൾ പഴയ ഇന്ദ്രിയ അല്ല അത്. അത് മറ്റാരെക്കാളും എനിക്കറിയാം. എൻ്റെ അടുത്ത് അവൻ ബിഹേവ് ചെയ്തപ്പോൾ എന്നൊന്ന് തൊട്ടപ്പോൾ അവൻ തിരിച്ചറിഞ്ഞു ഞാൻ കിച്ചു അല്ല അച്ചുവാണെന്ന്. അങ്ങനെയുള്ള ഒരുത്തിന് അവന് ഇഷ്ടമല്ലെന്ന് എന്നെക്കൊണ്ട് അത് അക്സെപ്റ്റ് ചെയ്യാൻ പാടാമ്മ. പിന്നെ കിച്ചു അവ ഇല്ലെങ്കിൽ മരിച്ചു പോവുമ്മ. വെറുതെ എന്തിനാ നമ്മളായിട്ട് വാശി പിടിക്കുന്നത്? അതുമാത്രമല്ല, ഇന്ദ്ര ഇങ്ങനെയൊന്നും അല്ല. അവൻ എന്തൊക്കെയോ പറ്റിയിട്ടുണ്ട്. അവൻ്റെ പാസ്റ്റ് എന്തൊക്കെയോ ഉണ്ട്. ഇവിടെ വന്നപ്പോഴാണ് ഞാൻ അതറിഞ്ഞത്. ഞാൻ പിന്നെ അതിൻ്റെ പിറകെ ഇപ്പോൾ എനിക്കറിയത്തില്ല. അവനോട് ഡയറക്റ്റായിട്ട് ചോദിച്ചതാ. അപ്പോൾ അവൻ പറഞ്ഞത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് വേണ്ടത്. അതൊരാൾ അറിയുന്നുണ്ടെങ്കിൽ അത് കിച്ചു മാത്രമായിരിക്കും എന്ന് അവൻ പറഞ്ഞു. പിന്നെ എൻ്റെ ഹാഫായോണ്ട് എന്തറിഞ്ഞാലും ഞാനും അറിയുമല്ലോ. അതുകൊണ്ട് അവിടുത്തെ ആ കാര്യത്തിൽ എനിക്ക് ടെൻഷനില്ല. അറിയാടാ, ഇന്നലെ വരെ എനിക്കും രണ്ടുപേരെയും രണ്ട് പാത്രമാക്കണമെന്ന് മാത്രമായിരുന്നു ചിന്ത. പക്ഷെ ഇന്നലെ ഇന്ദ്ര അവിടെ വന്നപ്പോൾ കിച്ചുവിൻ്റെ കൂടെ ഫോണിൽ ഞാനുണ്ടായിരുന്നു. കിച്ചു ഫോൺ കട്ട് ചെയ്യാൻ മറന്നുപോയി. ഭയങ്കര റൊമാൻറ്റിക് ആട്ടോ നിന്റെ അനിയൻ, പറയാതിരിക്കാൻ വയ്യ. പാവം പോവാൻ നിന്ന ചെറുക്കനെ പിടിച്ചു നിർത്തി ഉമ്മ വാങ്ങിച്ച മുതലാ നിന്റെ അനിയൻ. കാണാൻ പോലെയൊന്നുമല്ല. ആരാ പറഞ്ഞ അവന് വയ്യാന്ന്? ഒരു കുഴപ്പമില്ല. അപ്പോ ഇന്ദ്ര ഭയങ്കര സീരിയസ് ആയിട്ടാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞത്. മേ ബി നീ പറഞ്ഞതുപോലെ അവൻ്റെ പാസ്റ്റ് ആയിരിക്കാം ചിലപ്പോൾ അവൻ ഇങ്ങനെയല്ല ആക്കിയത്. അതുകൊണ്ട് തന്നെ ഒരു ചാൻസ് കൊടുക്കുന്നതിന് തെറ്റില്ലല്ലോ എന്ന് എനിക്ക് തോന്നി. അത് കിച്ചു അറിഞ്ഞാൽ നീ അറിയുമെന്ന് എനിക്കറിയാം. പക്ഷെ നീ അറിഞ്ഞാൽ അത് ഞാൻ അറിയുമെന്ന് എനിക്ക് ഉറപ്പില്ല. നിങ്ങൾ രണ്ട് സഹോദരങ്ങളുടെ ഇടയിൽ ഭയങ്കര ബോണ്ടിങ് ആണല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയത്തില്ലല്ലോ, പുറത്തും പോകത്തില്ല. എന്തെങ്കിലും അമ്മ അറിയണമെന്ന് തോന്നുമ്പോൾ പറഞ്ഞാൽ മതി മക്കള്. ഏതായാലും എല്ലാ പ്രശ്നങ്ങളും എത്രയും പെട്ടെന്ന് പരിഹരിച്ചിട്ട് ഹോസ്പിറ്റലിൽ കയറാൻ നോക്കും ഡ്യൂട്ടിക്ക്, കേട്ടോ? പിന്നെ ഞാൻ ജയിലിലായ ടൈമിൽ ഏതോ ഒരു AK ഗ്രൂപ്പ്സ് 2nd സ്ഥാനത്താണ് ഇപ്പം നിൽക്കുന്നത്. ഇപ്പം ഇന്ദ്ര ഗ്രൂപ്പ്സ് 3-ാം സ്ഥാനത്തും. ഏത് നിമിഷം വേണമെങ്കിലും AK ഗ്രൂപ്പ് 1ാമത് കയറാം. അതിനുള്ള ഇടവരരുത്. അത് മാത്രമേ ഇപ്പം അമ്മയ്ക്ക് ചിന്തയുള്ളൂ. ഇത്രയും നാൾ അച്ഛൻ്റെ കഷ്ടപ്പാടും വിയർപ്പുക അമ്മ ഇത്രയും നാളും കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഫസ്റ്റ് കൊണ്ട് നിർത്തിയിരിക്കുന്നത്. അതിനെ തട്ടിത്തെറിപ്പിച്ച് ഇന്നാൾ കയറി വന്ന ഏതെങ്കിലും ഒരു AK ഗ്രൂപ്പിന് കയറി കൊടുക്കാനായിട്ട് അമ്മ സമ്മതിക്കത്തില്ല. എന്നാ എവിടെ പോകാൻ ഇറങ്ങിയതല്ലേ? വിഷ്ണുവിൻ്റെ വീട്ടിലാണോടാ? ആമ്മ, വിഷ്ണുവിൻ്റെ വീട്ടിലാണ്. അവൻ്റെ അമ്മ അന്തർജനം കുറേ ദിവസമായി എന്നെ കിടന്ന് വിളിക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ ഇതുവരെ പോയില്ല. അവൻ എന്നും പരാതിയാണ് ഞാൻ തല കാണിച്ചിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട്. അവർ പാലക്കാടോട്ട് തിരിച്ചു പോകുമെന്ന് പറഞ്ഞേ. അതിനു മുമ്പേ അവൻ്റെ അമ്മേനെയും അച്ഛനെയും ചേട്ടനെയൊക്കെ പോയൊന്ന് തല കാണിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. അഗി വരുവാന്നാ പറഞ്ഞേ, അറിയത്തില്ല. നോക്കട്ടെ. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ അമ്മേ. ചെല്ലാൻ നോക്ക്. പിന്നെ ഇന്ദ്ര ഇവിടെ നിന്ന് ഇറങ്ങിയല്ലേ? അവൻ നിന്റെ അനിയനെ കാണാനാ പോയേക്കുന്നത്. ഇന്നാ അവനെല്ലാം പറയാന്ന് പറഞ്ഞേക്കുന്നത്. മറൈൻ ബീച്ചിലും എവിടെയോ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ രണ്ടുപേരും കാണുന്നതെന്ന് പറഞ്ഞേ. പോവാന്ന് പറഞ്ഞായിരുന്നു. അനിയനെ കാണാൻ പോവാന്ന് പറഞ്ഞില്ല. അവൻ ഒറ്റയ്ക്ക് അവിടെ വിളിച്ചു വരുത്തിയതിന് വല്ലോ ഞാൻ പറഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. ഭാവം. അവൻ പറഞ്ഞത് ശരി തന്നെയല്ലേ. ആദ്യം അറിയാനുള്ള അവകാശം എന്തുകൊണ്ടും കിച്ചുവിനാ. അവൻ തന്നെ അറിയട്ടെ. പിന്നോട് ഇന്ദ്രയ്ക്കോ കിച്ചുവിനോ നമ്മളോട് പറയണമെന്ന് തോന്നുമ്പോൾ പറയട്ടെ. കിച്ചു ഏതായാലും എന്നോട് പറയും, അതുറപ്പാ. അമ്മ എന്നെ ഫ്രഷ് ആവാൻ നോക്ക്. അമ്മ ഫ്രഷായി സെറ്റായിട്ടിരിക്കുക. അപ്പോഴത്തേനും ഞാൻ പോയിട്ട് വരാം. വിഷ്ണുവിൻ്റെ വീട്ടിൽ പോയി തല കാണിക്കുക, പെട്ടെന്ന് ഇങ്ങ് വരിക. വേറെ ഒരു പരിപാടിയില്ല. പറ്റുവാണെങ്കിൽ ആ സാധനത്തിൻ്റെ കൂടെ പൊക്കി എടുത്തോണ്ട് പോകണം. വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കട്ടെ. ശരി അമ്മ, ഞാൻ ഇറങ്ങുക. ഓക്കേടാ, സേഫായിട്ടിരിക്കും. എല്ലാവരെയും സേഫായിട്ട് നോക്കേണ്ടത് നിന്റെ കടമയാണ്. ഞാനത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. പണ്ട് തൊട്ടേ അമ്മ പറയുന്ന കാര്യമാണ്. എല്ലാവരും കൂടെ എൻ്റെ മോൻ വേണം, കേട്ടല്ലോ? പോയിട്ടോ. അവനിതെന്താ പറ്റിയേ? പെട്ടെന്ന് വിളിച്ചിട്ട് അങ്ങനെ പറഞ്ഞിട്ട് വെച്ച എന്താ? തിരിച്ചു വിളിച്ചിട്ടാണെങ്കിൽ എടുക്കുന്നുമില്ല. അതെ, ആലോചന കഴിഞ്ഞെങ്കിൽ പോവായിരുന്നു. ഞാൻ റെഡിയായി ഇറങ്ങി. വരുന്നില്ലേ?
എങ്കിൽ അത് ആസി വിളിച്ചിരുന്നു. അവനോട്ട് ഓക്കെ അല്ല. ഇബ്രാഹിമ എന്തോ ആരെ കൊന്നെന്നോ അങ്ങനെന്തോ പറഞ്ഞേ. അതിനവന് കുഴപ്പമൊന്നുമില്ലാന്ന്. പക്ഷെ എന്നോട് അവൻ എന്തൊക്കെയോ ചോദിക്കണമെന്നും അവൻ എന്തൊക്കെയോ അറിഞ്ഞുവെന്നും അത് എൻ്റെ അറിവോടുകൂടിയാണോ അങ്ങനെ എന്തൊക്കെയോ അവൻ പറഞ്ഞു. പെട്ടെന്ന് വീട്ടിലോട്ട് ചെല്ലാൻ എനിക്ക് അറിഞ്ഞൂടാ. എടാ, നീ എന്നെ ഫസ്റ്റായിട്ടാ ഒരു സ്ഥലത്ത് പോകാൻ വിളിച്ചത്. നിന്നോട് എങ്ങനെയാ ഞാൻ നോ പറയാ, അവനോട് എങ്ങനെയാ നോ പറയാ? രണ്ടിന്റെ ഇടയിലാണ് ഞാൻ. സാരമില്ല, അവൻ്റെ അടുത്ത് ഞാൻ പിന്നോട് പോവാം. വാ, നമുക്ക് പോകാം. വാ. വേണ്ട 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 വേണ്ട, നീ അവൻ്റെ അടുത്ത് പോ. ഐ തിങ്ക് ഹീ നീഡ് യു ഇപ്പോൾ ഈ ടൈമിൽ. കാരണം ഒറ്റയ്ക്കായിരിക്കാം, മേ ബി ആരും കാണത്തില്ല. പിന്നെ അവനെന്തെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ, നിനക്കെന്തെങ്കിലും അറിയാമെങ്കിൽ സത്യം മാത്രം പറ. ഒന്നും നാളത്തേക്ക് മാറ്റി വയ്ക്കണ്ട, ഒരു ഡൗട്ടും മനസ്സിൽ വെച്ചേക്കണ്ട. ചെല്ല്, വിഷ്ണുവിൻ്റെ വീട്ടിലല്ലേ, പോരാഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ടല്ലേ, ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. നീ വരുമെന്ന് ഞാൻ അവനോട് പറഞ്ഞു, പക്ഷേ ഇറ്റ്സ് ഓക്കെ. ഞാൻ പറഞ്ഞോളാം നീ ആസിയെ കാണാൻ പോയെന്ന്. എനിക്ക് വിഷ്ണു എങ്ങനെ ഇമ്പോർട്ടൻ്റ് ആണോ അതുപോലെ നിനക്ക് ആസി ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് അറിയാക്കി. സോ അങ്ങനെ ഒരു മാറ്റി നിർത്തലൊന്നും വേണ്ട. ഞാൻ മുമ്പേ പറഞ്ഞു, എനിക്ക് അതിനൊരു കുഴപ്പമില്ല, നീ പൊക്കോ. അവൻ ഓക്കെ ആയതിന് ശേഷം തിരിച്ചു വന്നാൽ മതി. അച്ഛൻ്റെ മരണം, പിന്നെ എന്തൊക്കെയോ ഡൗട്ട് എന്തൊക്കെയോ നിന്നോട് ചോദിക്കാണ്ടെന്നല്ലേ പറഞ്ഞേ. മേ ബി അതൊക്കെ കൊണ്ട് കൺഫ്യൂസ്ഡ് ആയിരിക്കാം. ചെന്നിട്ട് അവനെന്താ ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ അത് കേൾക്കാൻ നോക്ക്. കേട്ടിട്ട് നിനക്കറിയാവുന്നുള്ളതും പറഞ്ഞിട്ട് അവൻ ഓക്കെ ആക്കിയിട്ട് നീ തിരിച്ചു വന്നാൽ മതി. എനിക്കതിനൊന്നും ഒരു പ്രോബ്ലം അല്ല. ഐ നോ ഹീസ് യുവർ ബ്രദർ. നിൻ്റെ അനിയനാണെന്ന് എനിക്കറിയാം. നീ അങ്ങനെ അവനെ കാണുന്നതെന്നും അറിയാം. അവനും നിന്നെ അങ്ങനെ സ്നേഹിക്കുന്നതെന്ന് എനിക്കറിയാം. ചെല്ല്, പോ. ആർ യു സീരിയസ്? നീ ഓക്കെ അല്ലേ? എന്നാലും അത് വേണ്ടെങ്കിൽ ഞാൻ നിൻ്റെ കൂടെ തന്നെ വരാം. നീ എന്നെ ഫസ്റ്റ് വിളിച്ചല്ലേ, എന്നിട്ട് ഞാൻ ആസിയുടെ അടുത്ത് പൊക്കോളാം. ഞാൻ ഒരു 10 മിനിറ്റ് നിൻ്റെ കൂടെ വന്നിട്ട് ഞാൻ ആസിയുടെ അടുത്ത് പോവാം. പ്രോമിസ്. ഞാൻ പറഞ്ഞു, ഐ എം റിയലി ഓക്കെ. ഞാൻ ഓക്കെ ആണ്. എനിക്കെന്താ പ്രശ്നം? നീ ആസിയും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് നന്നായിട്ട് എനിക്കറിയാം. പിന്നെ എനിക്കെന്ത് പ്രോബ്ലം? ഒരു പ്രോബ്ലം അല്ല. നീ ചെല്ല്, ഞാനെന്നാൽ വിഷ്ണുവിൻ്റെ അടുത്തോട്ട് ഇറങ്ങാം. നീ പോയി അസിനെ കണ്ട് എന്താ പറയാനുള്ള, എന്താ ഡൗട്ടുള്ള എല്ലാം ക്ലിയർ ചെയ്ത് എല്ലാ പ്രോബ്ലവും സോൾവ് ചെയ്തിട്ട് മാത്രം വാ. പിന്നെ അവ ഓക്കെ അല്ലെങ്കിൽ അവൻ്റെ കൂടെ ഇരുന്നോ, കേട്ടോ? ഉറപ്പായിട്ടും. എന്നാ ഞാനും ഇറങ്ങട്ടെ. ബൈ. വാസു, എന്തൊക്കെയുണ്ടടാ വിശേഷം? പറയത്തക്ക വിശേഷമൊന്നുമില്ല അച്ഛാ. അർജുൻ, അഗി രണ്ടെണ്ണം അവിടെ. അഗിയെ കണ്ടിട്ട് വർഷങ്ങളായി. അർജുൻ ഞാൻ വരുന്നവരെ വിളിച്ച് പറഞ്ഞാണല്ലോ ഇങ്ങ് എത്തിന്ന്. അവൻ എന്നിട്ട് എന്താ ഇങ്ങോട്ട് ഇറങ്ങാത്ത? അച്ഛാ, ഞാൻ ആ ഫിനിഷിങ്ങിലായിരുന്നു. ഇപ്പം എല്ലാം സെറ്റ്. ഞാനത് ഇറങ്ങി വരെ ലൈറ്റായ. അഗി മേ ബി അഗി ഇവിടെ കാണാൻ സാധ്യതയില്ല. മുത്തശ്ശ, അഗി ഇവിടെ ഉണ്ട്? പുറത്തു വല്ലതും പോയോ? അവൻ ആസിമിനെ കാണാൻ പോവാന്ന് പറഞ്ഞ് കുറച്ചു മുമ്പേ പോയി. അവന്റെ പുറകെ കിച്ചുമോനും പോകുന്ന കണ്ടു. അതിനു മുമ്പ് ഇന്ദ്രമോനും പോകുന്ന കണ്ടു. വീട്ടിലിപ്പോ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. എന്നതാടാ, നീ വന്നേലേ ഉള്ളൂ. നീ പോയി ഫ്രഷ് ഒക്കെ ആയി ഫുഡൊക്കെ കഴിക്കും. അപ്പോഴത്തേനും അവന്മാരെല്ലാം ഇങ്ങ് വരും. ആദ്യമേ നിങ്ങളെന്താ മക്കളെ താമസിച്ചേ? ട്രാഫിക്, അല്ലാതെ എന്താ മുത്തശ്ശ? ട്രാഫിക് അല്ലാതെ ഇത്രയും ലേറ്റ് ആവണമെങ്കിൽ വേറെ റീസൺ വേറെ ഇല്ലല്ലോ. വാസുച്ച എപ്പോഴാണ് വന്നേ? ഒരുപാട് നേരമായി വന്നിട്ട്. ഇല്ലടാ, ഇപ്പൊ വന്ന് കയറിയതേ ഉള്ളൂ. അപ്പൊ തന്നെ നിങ്ങളും വന്നു. ഇതാണല്ലേ കാശിനാഥ്. അർജുൻ പറഞ്ഞായിരുന്നു, ഒരുപാട് പറഞ്ഞു. PG കംപ്ലീറ്റ് ആയോ? കാണുന്നവർക്കൊക്കെ ഇതേ ചോദിക്കാനുള്ളൂ. ഇല്ല, ഓൺ ദ വേ, കംപ്ലീറ്റ് ആവും. നൈസ്, പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കാൻ നോക്ക്. എന്നാലേ ശിവ ഗ്രൂപ്പ്സിന്റെ MD ആവാൻ പറ്റത്തുള്ളൂ. അപ്പോ ഞാനെന്നാ പോയി ഫ്രഷ് ആവട്ടെ. അർജുന, റൂമിലോട്ട് വാ. ശരി, എന്നാ നടക്കട്ടെ. മുത്തശ്ശ, ബാക്കിയുള്ളവരൊക്കെ ഇവിടെ? ആരെ അനക്കൊന്നുമില്ലല്ലോ.
ആ ദേവച്ചൻ ഓഫീസിൽ പോയി. അഗി ആസി ഒന്ന് വിളിച്ചിട്ട് പെട്ടെന്ന് അങ്ങോട്ട് പോയി, അത്യാവശ്യം എന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെ കിച്ചുമോൻ വിഷ്ണുവോ ആരെയോ ഏതോ കൂട്ടുകാരന്റെ വീട്ടിൽ പോവാന്നും പറഞ്ഞുകൊണ്ട് ഓടിപ്പോകുന്നുണ്ട്. പിന്നെ സിദ്ധുമോനും റാമോനും ദേവിക മോളൊക്കെ വന്നിട്ടുണ്ട്. കശുമോന്റെ അമ്മ വന്നിട്ടുണ്ട്. അവര് റൂമിൽ കാണാം. സിദ്ധുമോനൊട്ടും വയ്യെന്നും പറഞ്ഞുകൊണ്ട് പോകാണ്ട് റാമോനും കൂടെ പോയി. ദേവു കുളിക്കാനും ഫ്രഷ് ആവാനൊക്കെ പോയത്. ഇപ്പോ എല്ലാം കഴിഞ്ഞ് റൂമിൽ കാണാം. ബാക്കി എല്ലാരും പുറത്തുപോയി. അഗി ആസിയുടെ അടുത്ത് പോയോ? മുത്തശ്ശ, ഞാനിപ്പോൾ വരാം. കാശി, നീ ഇവിടെ നിൽക്കുക. ഞാനൊരു സ്ഥലം വരെ പോയിട്ട് വരാം. ഞാൻ ഇപ്പോഴൊരു കാര്യം ഓർത്തത്. ഞാൻ വരാവേ. ശരി എന്നാ. അല്ല ആദ്യമേ ഇവിടെ ഉള്ളവർക്കൊക്കെ ഇത് എന്താ പറ്റിയ? ശരി മുത്തശ്ശ, ഞാനെന്നാ പോയി അമ്മയെ കാണട്ടെ. കുറെ നാളായി കണ്ടിട്ട്. ബൈ. ആ ചില മോനെ ചില എന്നാണ് ഈ ചെറുക്കൻ ഇതവിടെ ഓർത്തുള്ളി പോയത്? ബാക്കി ആസിനെ കാണാൻ പോവാന്ന് പറയുന്ന കാര്യം ഇവന് ആദ്യമായിട്ട് കേൾക്കുവാണോ? ഇതിപ്പോ 4ാമത്തെ കോഫി. എന്റെ പൊന്നാരവമൂർത്തി, താൻ എന്തിനാ എന്നെ വിളിച്ചെന്ന് പറ. എന്താ തന്റെ പ്രശ്നം? ഇച്ചായനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നും പറഞ്ഞോണ്ടാ താൻ എന്നെ വിളിച്ചത്. ഇച്ചായനോട് പറഞ്ഞില്ലെങ്കിൽ എന്നോടെങ്കിലും പറഞ്ഞാലേ നിനക്ക് സമാധാനം കിട്ടത്തോളം എന്ന് വിചാരിച്ച്. ഇപ്പൊ എന്താ നിന്റെ പ്രശ്നം? എന്നോട് പറഞ്ഞു. ഇച്ചായന്റെ അത്ര ടെറർ അല്ലെങ്കിലും ഞാനും ഒരു സൈഡിൽ കൂടെയൊക്കെ ഇത്തിരി ടെററൊക്കെയാണ് എന്ന് കണ്ടാ പറയൂല. ഒരു പാൽക്കുപ്പി ഫേസ് ഒക്കെ ഉണ്ടെങ്കിലും ഐ എം ഓൾസോ ടെറർ. പറയൂ, എന്താ പ്രശ്നം? എന്താണ് പുതിയ കണ്ടുപിടുത്തം? അല്ല, ഞാനിനോടത്തോണ്ട് ചോദിക്കുക, നിനക്കിത് തന്നെയാണോ പണി? ഡോ, ഞാൻ പ്രൊഫസറിനെ ബഹുമാനിക്കും, തന്നെ ബഹുമാനിക്കത്തില്ല. എന്നെ അങ്ങനെ ആക്ഷേപിക്കാൻ നോക്കണ്ട. താല്പര്യമുള്ള ജോലി ചെയ്യാൻ എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റ് കൂടുതൽ തന്നെയാണ്. ഞാൻ തന്നെ വിളിച്ച അതിനൊന്നും അല്ല. സാറെന്താ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്ത? ഞാൻ ഇന്നലെ രാത്രി തൊട്ട് വിളിക്കാം. എനിക്കൊരു സമാധാനം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കിടന്ന് വിളിക്കുന്നത്. ഇന്നലെ സാറിൻ്റെ കൂടെ അവിടെ ഞങ്ങളാ ഇബ്രാഹിമിനെ തട്ടിക്കഴിഞ്ഞ് അവിടെ വന്നില്ലേ? അത് നിങ്ങളുടെ റിലേറ്റീവ് ആണോ? ഇബ്രാഹിമിനെ തട്ടിക്കഴിഞ്ഞ് അവിടെ ആര് വരാൻ? നീയും ഇച്ചാനും മാത്രമല്ലേ? ഓ അങ്കിത്. അവൻ ഇന്നലെ എന്നോട് പറഞ്ഞായിരുന്നു, അവൻ വന്നപ്പോൾ അവിടെ എല്ലാം കഴിഞ്ഞു എന്ന്. അങ്കിത് ഞങ്ങളുടെ റിലേറ്റീവാ. എന്തു പറ്റി? നീ എന്തിനാ ഇങ്ങനെ വേർക്കുന്ന? കാര്യം പറ, എന്താ പ്രശ്നം? എന്താ പിന്നെ വേർക്കാതെ? നിങ്ങളിത് എന്തറിഞ്ഞിട്ടാ ഇരിക്കുന്നേ? നിങ്ങളുടെ റിലേറ്റീവ് ഒക്കെ തന്നെയാ, പക്ഷെ അത് ശരിക്കും ആരാന്ന് നിങ്ങൾക്ക് അറിയോ? ഇപ്പോ നിലവിൽ ഹൈദരാബാദിലും മുംബൈയിലും ഡ്രഗ്സ് ഡീലിംഗ് നടത്തുന്ന ഒരേ ഒരു കമ്പനിയേ ഉള്ളൂ. ആ കമ്പനി ഇന്നത്തെ കണക്കെടുപ്പ് നിലവാരം വച്ച് ഇപ്പൊ 2ാമതാണ്. ഇന്ദിര ഗ്രൂപ്പ്സിനെ വരെ പിന്തള്ളിക്കൊണ്ട്. അതായത് ഒളിവിലും മറവിലും ഡ്രഗ്സ് ഡീലിംഗ് തൊട്ട് ബാക്കി എല്ലാ ഇല്ലീഗൽ ബിസിനസ്സും ചെയ്യുന്നത് ആ കമ്പനിയാണ്. ആ കമ്പനിയുടെ സിഇഒ എന്ന് പറയുന്നത് AK എന്ന് പറഞ്ഞ ഒരാളാണ്. സത്യം പറഞ്ഞാൽ അതിന്റെ സിഇഒസ് ആയിട്ട് 2 പേരുണ്ടെന്നാണ് ഒരു അറിവ്. അത് ഞാൻ കണ്ടുപിടിച്ചതാണ്. അത് സത്യമാണോ കള്ളമാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ കണ്ടുപിടിച്ച ഒന്നും ഇതുവരെ കള്ളമായിട്ടില്ല. എനിക്ക് ഇമാതിരി ഇല്ലീഗൽ ബിസിനസ് നടത്തുന്ന കുറച്ച് പേരൊക്കെ ആയിട്ട് കമ്പനിയുണ്ട്. അത് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാനായിട്ട് ഒരു ചങ്ങാത്തം കൂടി വെച്ചെന്നേ ഉള്ളൂ. അങ്ങനെ ഒരാളുടെ ഇൻഫോർമേഷൻ പ്രകാരം ഞാൻ അവിടെ പോകുന്നത്. അന്നാ ഞാൻ ആദ്യമായിട്ട് ഈ പറഞ്ഞ അങ്കിതിനെ കാണുന്നത്. ഹീസ് സച്ച് എ ക്രിമിനൽ. നിങ്ങൾക്കറിയോ, ഒരുത്തിനെ പച്ചയ്ക്ക് വെട്ടിക്കൊല്ലുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ. അന്ന് തൊട്ട് ഇതാരാന്നറിയാൻ വേണ്ടി ഞാൻ നടക്കുമായിരുന്നു. ജർമ്മനിയിൽ ഡോക്ടറേറ്റ് പഠിക്കാമെന്ന് മാത്രമായിരുന്നു എനിക്ക് കിട്ടിയ ഫുൾ ഡീറ്റെയിൽസ്. അല്ലാണ്ട് വേറൊന്നും കിട്ടിയില്ല. പിന്നെ എവനെ പോലെ തന്നെ ഒരു അനിയനുണ്ടെന്ന് അറിഞ്ഞു. ഏതായാലും അവനാവാൻ സാധ്യതയില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അവൻ എന്തൊക്കെയോ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. പിന്നെ ഞാൻ ഇവന്റെ പിറകെയായിരുന്നു. പിന്നീട് ഞാൻ മനസ്സിലാക്കി, എവനാ ആ നമ്പർ 1 മാഫിയ കിങ് AK. നിങ്ങളിത് ആരെന്നറിഞ്ഞിട്ട് അവനോട് ഇത്ര ഇതായിട്ട് സംസാരിക്കാൻ പറയുകയൊക്കെ ചെയ്യുന്നത്? അവൻ അഭിനയിക്കാൻ നിങ്ങളുടെ മുമ്പേ. നിങ്ങളുടെ റിലേറ്റീവ് ആയിരിക്കാം മേ ബി, പക്ഷെ നിങ്ങൾക്ക് ആർക്കും അറിയാത്ത വേറൊരു മുഖമുണ്ട് അവന്. AK എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പേടിയാ. ഈ പറയുന്ന ഇബ്രാഹിമിന് പോലും ഈ AKനെ പേടിയായിരുന്നു. എനിക്കറിയത്തില്ല, അങ്ങനെ ഒരാളുമായ നിങ്ങൾ എല്ലാവരും കൂടെ പിടിച്ച് വീട്ടിൽ കയറ്റി താമസിപ്പിച്ചേക്കുന്നത്.
അങ്ങനെ ഒരാളെ അവിടെ വന്ന് ഇങ്ങനെ ആള് മാറി നിൽക്കണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എന്തെങ്കിലും ഉദ്ദേശം കാണും. ഉറപ്പാണ്. എനിക്ക് വലിയ അതിശയം തോന്നില്ല. അവൻ സാധാരണ വെറും ഒരു അങ്കിതല്ലാന്ന് എനിക്ക് മുമ്പേ അറിയായിരുന്നു. ഐ മീൻ ഏക്കാണെന്ന് അറിയത്തില്ലായിരുന്നു. പക്ഷേ അവൻ സാധാരണ ഒരാളല്ല, ഒരു വെറും ഡോക്ടറേറ്റിന് പഠിക്കുന്ന സ്റ്റുഡൻ്റ് അല്ലാന്ന് അറിയായിരുന്നു മീൻസ് ചെറിയ ഡൗട്ടുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് ക്ലിയർ ആയി. പിന്നെ അവൻ എന്തിനാ അവിടെ വന്ന് നിൽക്കുന്നതെന്ന്, അവൻ്റെ അച്ഛനെ കൊന്നവരെ കണ്ടുപിടിക്കാനായിട്ട്. ആ വീട്ടിലുള്ള ആരോ തന്നെയാണ് കൊന്നതെന്ന് അവനറിയാം. ഐ മീൻ എൻ്റെ അപ്പനും ശിവാങ്കളും മരിക്കുന്ന ഒരേ ദിവസമാണ്. എൻ്റെ അപ്പനെ കൊന്നത് ഇബ്രാഹിമാ, പക്ഷേ ശിവാങ്കളെ കൊന്ന ആരാന്ന് ഇതുവരെ അറിയാൻ പറ്റിയിട്ടില്ല. ഇച്ചായൻ കുറേ നാൾ വിചാരിച്ചത് അപ്പനെയും ശിവാങ്കളെയും കൊന്ന ഒരാളെന്നാ, പക്ഷേ അവിടെ ഇച്ചായനും തെറ്റി. മേ ബി അതിനായിരിക്കാന്നല്ല, അതിന് തന്നെ ആയിരിക്കാം ഇങ്ങനെ ആൾമാറി വന്ന് നിൽക്കുന്നത്. പിന്നെ ഇന്ദ്രേട്ടൻ കാണിച്ച കുറെ കറാമറപ്പൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കൊണ്ട് ഇന്ദ്രേട്ടനെ നേരെയാക്കാനും കൂടി ആവാനാണ് സാധ്യത. എന്നല്ല, അങ്ങനെ തന്നെയാണ് എന്നോട് പറഞ്ഞതും ഞാൻ അറിഞ്ഞതും. ഇനി അങ്ങനെ അല്ലയോ അത് വേറെന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? നീ ഈ പറഞ്ഞ ബിൽഡപ്പ് ഒക്കെ വെച്ചിട്ട് ഞങ്ങളുടെ വീട്ടിൽ കയറി നിന്നിട്ട് എന്തിനാ ഞങ്ങളുടെ കമ്പനീസൊക്കെ തട്ടിയെടുക്കാനോ? ഒന്ന് പോയെ. അവനെ തെണ്ടിത്തരം കാണിക്കത്തില്ല, അതെനിക്ക് ഉറപ്പാണ്. അവൻ സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് കൊണ്ടുവന്നതാണ് ഈ AK കമ്പനിയെങ്കിൽ പിന്നെ എന്തിനാ അവൻ ഈ ചാപ്പള കൂപ്പള ശിവ കമ്പനി ഇന്ദ്ര കമ്പനിയൊക്കെ? അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. വേറെ എന്തിനായിരിക്കും? ഉറപ്പാ ശിവങ്ങളൊക്കെ ഒന്ന് ആരാന്ന് കണ്ടുപിടിക്കാൻ തന്നെയാ. ഓ എന്റെ പൊന്നാൽവി, നീ നിന്റെ ഇച്ചാനെ പോലെയല്ല, മോരാ മണ്ടനാ. ഞാൻ പറയുന്ന മുഴുവൻ കേൾക്കാതെ നീ. AK ആണ് ഈ അങ്കിത് ശിവപ്രസാദ് എന്ന് പറഞ്ഞ ആള് AK കമ്പനിയുടെ ഓണറുമാണ്. AK ആണ്, ഞാൻ ഈ പറഞ്ഞ പോലെ ക്രിമിനലാണ്, പക്ക ബാഡ് ബോയ് ആണ്. നിങ്ങൾക്ക് അറിഞ്ഞൂടാ, അതൊക്കെ ശരിയാ. പക്ഷെ ഞാൻ രണ്ടാമത് പറയാൻ വന്ന കാര്യം അതല്ല. ശിവപ്രസാദിനെ കൊന്നത് നിങ്ങളുടെ വീട്ടില്, അതായത് നിന്റെ ദേവച്ചന്റെ ചേട്ടനില്ലേ വാസുദേവ ശങ്കർ, ആ പുള്ളിക്കാരനാ. അതെങ്ങാണോ അവ അറിഞ്ഞ അങ്ങേരെ വച്ചേക്കത്തില്ല. അതിനു മുമ്പ് നീ എന്തെങ്കിലും ചെയ്യാൻ നോക്ക്. മേ ബി അറിഞ്ഞു കഴിഞ്ഞാ എനിക്കറിഞ്ഞൂടാ, അയാളെ കൊണ്ടം തുണ്ടായിട്ട് വെട്ടിക്കളയും. ഇത് എങ്ങനെ ഞാൻ അറിഞ്ഞെന്നായിരിക്കും നിന്റെ ഡൗട്ട്. ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ ടൈം തന്നെ എന്നോട് പറഞ്ഞതാ. പ്രൊഫസർ പറഞ്ഞതായിരുന്നു അന്ന് ഇബ്രാഹിമ സക്രിയങ്ങളെ കൊന്നേന്ന് അറിഞ്ഞപ്പോൾ തന്നെ പ്രൊഫസർ പറഞ്ഞു, ശിവങ്ങളെ കൊന്ന ആരാന്നുള്ള എൻ്റെ തെരച്ചിൽ ഒരിക്കലും നീ നിർത്താൻ പാടില്ല, അതും അറിയണം. അങ്ങനെ അങ്കിളിനെ കൊന്ന ആള് മാത്രം നല്ലതുപോലെ നടക്കണ്ടെന്ന്. ഇന്നലെ ഞാൻ ഇത് കറക്റ്റായിട്ട് അറിഞ്ഞത്. അയാളിപ്പം നാട്ടിൽ വന്നേക്കുന്ന തന്നെ അയാളുടെ മോനും കൂടെ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. മേ ബി ഫാമിലി മൊത്തത്തിൽ തകർക്കാനായിരിക്കാം, എനിക്കറിയത്തില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ശിവപ്രസാദിനെ കൊന്നത് വാസുദേവ് ശങ്കർ ആണ്. അതറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫാമിലി മൊത്തത്തിൽ തകരും. എല്ലാം നാല് പാത്രവും. അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നീ പെട്ടെന്ന് ചെയ്യാൻ നോക്ക്. അയ്യോ അല്ലേ, നീ ഇതൊന്ന് കോമഡി ഇറക്കുന്ന. ഇനിയിപ്പോ വാസുദേവ ശങ്കർ എന്നെ ആയിക്കോട്ടെ കൊന്നത്, അതിന് ഞാൻ എന്ത് ചെയ്യാന്? ഇത് ഞാൻ ഇനി അവിടെ പോയി പറഞ്ഞു വാസുദേവ ശങ്കറിനെ രക്ഷിച്ച് ഞാൻ അങ്ങനെ ഇപ്പൊ മാലാകെ ആവുന്നില്ല. എന്റെ പൊന്നാൽവി, നീ മാലാകയാവാൻ വേണ്ടി ഞാൻ പറഞ്ഞല്ല. ഒന്നാമത് അയാളുടെ പേരെന്ന് പറയുന്നത് ഈ കാണുന്ന സ്റ്റേഷനിൽ മുഴുവൻ ഫസ്റ്റ് തന്നെ ഉണ്ട് AK എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ ആളെ ആരും കണ്ടിട്ടില്ല. ഈ പറയുന്ന ഞാൻ തന്നെ അബദ്ധം വെച്ച കണ്ടതാ. ഞാൻ കണ്ടതങ്ങാണ് അങ്ങേരെ അറിഞ്ഞു കഴിഞ്ഞാൽ അങ്ങേരെന്നെ കൊല്ലും. അതോർത്തിട്ടോ ഇപ്പൊ എനിക്ക് പേടിയാവുന്നത്. ഞാൻ അതല്ല പറഞ്ഞത്, വെറുതെ ഒരു ഫാമിലി തർക്കം അത് വേണോ? നിന്റെ ഇച്ചാനെ പോലെ അല്ല അയാള്, ചില്ലറക്കാരനല്ല. ഞാൻ കാര്യമായിട്ടാ പറയുന്നത്. അതൊരു അൾട്രാ പ്രോ സൈക്കോയാ. ഒന്നും ചെയ്യാൻ മടിക്കില്ല, റിലേഷൻഷിപ്പ് പോലും നോക്കത്തില്ല. അയാളുടെ അമ്മ, അയാളുടെ സഹോദരന്മാര് ഈ സർക്കിളിനകത്ത് കിടന്ന് കറങ്ങുന്ന ഒരു മനുഷ്യനാ. അതുകൊണ്ട് തന്നെ അവർക്ക് ദോഷം വരുന്ന ഒന്നും അയാൾ ചെയ്യത്തില്ല, അതുറപ്പാ. പക്ഷെ അവർക്ക് എതിരായിട്ട് ആരെങ്കിലും വല്ലതും ചെയ്താ അവരെ കൊന്നളയാൻ പോലും മടിക്കത്തില്ല. എനിക്കറിയാം നിന്റെ അവരുടെയും കോളേജ് ലൈഫ്, ആ കഥയൊക്കെ. നീ എന്തുകൊണ്ടാ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. പിന്നെ ഈ പറയുന്ന AK, അതായത് അങ്കിത് ശിവപ്രസാദ് എന്ന് പറയുന്ന വ്യക്തി AK കമ്പനിയുടെ ചെയർമാൻ, അതായത് ഓണറായിട്ട്
ഓണറായിട്ട് എന്നല്ല, ഓണറായത് അയാളുടെ അച്ഛൻ്റെ മരണശേഷം. അതിനു മുമ്പ് AK കമ്പനി ഉണ്ട്. അതുവരെ അയാളുടെ അച്ഛനായിരിക്കാം മേ ബി അതിൻ്റെ ഓണർ, എനിക്കറിയത്തില്ല. പക്ഷേ നിങ്ങളുടെ ഇഷ്യൂവിന് ശേഷമാണ് അയാൾ ഇത്രയും ടെററായത്. അതിന് മുമ്പേ ആയിരുന്നെങ്കിൽ മേ ബി നിന്നെ പോലും കൊന്നു കളഞ്ഞേനെ. അത്ര മോശമായിട്ടല്ലേ നീ അവനോട് പോയി സംസാരിച്ചത്. എനിക്കറിയാം അത് നിനക്ക് മറ്റവനോടുള്ള പ്രേമം കൊണ്ടാന്നൊക്കെ. പക്ഷെ ഇതിപ്പോൾ അങ്ങനെയൊന്നും അല്ല. വെറുതെ എല്ലാവരെയും കൂടെ കൂട്ടിയടിപ്പിക്കണം. ഇതിപ്പോൾ ഞാൻ അറിഞ്ഞ സ്ഥിതിക്ക് എന്തായാലും അയാൾ അറിയും. കാരണം എന്നെ പോലൊരു അൾട്രാ പ്രോ ഹാക്കർ അയാളുടെ കൂടെ ഉണ്ട്, ഋഷിയെക്കുറിച്ച് എനിക്കറിയാം. കാരണം ഋഷി ഞാനൊക്കെ ഇല്ലീഗലായിട്ട് ഈ കോഴ്സ് പഠിച്ചത് ഒരുമിച്ചാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് എന്തായാലും അയാൾ ഓൾമോസ്റ്റ് കാര്യങ്ങൾ അറിയാൻ സമയമായിട്ടുണ്ട്. ചിലപ്പോൾ ഇന്ന് തന്നെ അറിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നീ വിചാരിച്ച ഒരു അപകടം ഒഴിവാക്കാം. അതെ, ഞാൻ ഇച്ചായനോട് പറയാം അവൻ ഏക്കയാണെന്നുള്ള കാര്യം. അല്ലാണ്ട് അവൻ്റെ അച്ഛനെ കൊന്നത് വാസുദേവ ശങ്കറ, അതുകൊണ്ട് വാസുദേവ ശങ്കറിനെ രക്ഷിക്കണം എന്നും പറഞ്ഞ് ഞാൻ പോയി ഇച്ചായൻ്റെ അടുത്ത് ഓച്ചാനിച്ച് നിൽക്കുമെന്ന് നീ വിചാരിക്കണ്ട. ഇതറിഞ്ഞ ഇച്ചായന് മേ ബി അനങ്ങത്തില്ല ഇരിക്കുന്നിടത്തുനിന്ന്. കാരണം ഞങ്ങളുടെ പപ്പയെ കൊന്നവനെ കൊല്ലാൻ കൂട്ടുന്ന നീയാ ഈ നിന്ന് പറയുന്നത്. നിന്റെ അപ്പനെയാണ് കൊല്ലാൻ ഇതുപോലെ എവനെങ്കിലും ചെയ്തിട്ട് പോയിട്ട് നീ ഇങ്ങനെ നിന്ന് പറയൂ? ഇല്ലല്ലോ. അപ്പൊ നീ മിണ്ടാതെ നിൽക്കി. AK അതായത് അങ്കിത്, അതായത് എൻ്റെ അങ്കി, ഞങ്ങൾ ജസ്റ്റ് ഫ്രണ്ട്സാ. അതിപ്പോഴായത്, മുമ്പ് ഞങ്ങൾ എനിമീസ് ആയിരുന്നു. അതൊക്കെ പോട്ടെ. അവൻ എന്താവശ്യം വന്നാലും അവൻ്റെ കൂടെ ഞാൻ കാണും. ആവശ്യം വരത്തില്ല. നീ പറഞ്ഞിടത്തോളം വെച്ച് ഈസ് എ പക്ക ജെന്റിൽമാൻ. അതായത് ആരെയും ഔദാര്യത്തിന് വേണ്ടി ഓച്ചാനിച്ച് നിൽക്കത്തില്ല. എല്ലാം സ്വന്തം കയ്യാലെ തന്നെ ചെയ്യും. നീ പറഞ്ഞ മേ ബി ക്രിമിനൽ അല്ലെങ്കിൽ മാഫിയ, എന്ത് വേണോ പറയാം, ഗാങ്സ്റ്റർ, എന്ത് വേണോ. ആൽവി, ഞാനിപ്പോ ഇത് ആരോടെ പോയി പറയാ? ഇത്രയും നേരം ഞാൻ നിന്ന് വോട്ടരച്ചെല്ലാം വെറുതെ ആയല്ലോ. ഈ ഒരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ തന്നെ അവൻ പറഞ്ഞ പോലെ വാസുദേവ് ശങ്കർ എന്ന് പറയുന്നവൻ ചാവാനുള്ള തന്നെയാ. പക്ഷെ ഇത് പ്രൊഫസർ അറിയിച്ചേ പറ്റൂ. അഗി, നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നോ? ഡോർ എന്താ ക്ലോസ് ചെയ്യാത്തെ? എന്താ രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുന്നേ? ഞങ്ങളിങ്ങനെ ഇരിക്കുന്ന പോട്ടെ, നീ എന്താ ഇവിടെ? അതും ഇങ്ങനെ ഓടിക്കതച്ച്. എന്താ, നിനക്കെന്തെങ്കിലും ആരെങ്കിലും അറിയുന്നുള്ള പേടിയുണ്ടോ? അതെന്താ അഗി നീ ഒരുമാതിരി കൊള്ളിച്ച് സംസാരിക്കുന്നേ? എനിക്ക് പേടിയൊന്നുമില്ല. അറിയാൻ പാടില്ലാത്ത വല്ലതും അറിയുമോ എന്നുള്ള പേടിയേ ഉള്ളൂ. അസി, ലിസൺ, നിൻ്റെ പെങ്ങൾ നിന്നോട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ നിന്നോട് പറയാം. നിൻ്റെ വാപ്പായെ കൊന്ന ഞാനാ. അതിന് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അടുത്ത് എൻ്റേതായ റീസണും ഉണ്ട്. എൻ്റെ പപ്പ, അമ്മച്ചിയുടെ മരണശേഷം ഞങ്ങൾക്ക് ഞങ്ങളുടെ പപ്പയായിരുന്നല്ല. സക്രിയ ജോൺ, പപ്പയുടെയും ശിവങ്കളുടെയും ദേവച്ചൻ്റെയും കൂട്ടുകെട്ട് കണ്ട ഞങ്ങൾ വളർന്നത്. ഒരു കുറവോ ഞങ്ങൾക്ക് ആർക്കും നിൽക്കുന്ന അകിക്ക് പോലും തന്നിട്ടില്ല. നിനക്കറിയോ? നിനക്ക് ഞങ്ങളറിയാമെന്നുള്ളത് കോളേജ് ലൈഫിൽ പഠിക്കുമ്പോഴാണ്, ഞങ്ങളുടെ കോളേജ് ലൈഫ് ടൈം, ആ ടൈമിൽ നീ ഞങ്ങളെ പരിചയപ്പെടുന്നത്. അതിനു മുമ്പേ എന്നെ നന്നായിട്ട് അറിയുന്ന ആളാണ് ഈ നിൽക്കുന്ന അകിയേട്ടൻ. എന്നെ മാത്രമല്ല, ഇന്ദ്രനെ, ബാക്കി എല്ലാവരെയും, അകിയേട്ടനെ ഞങ്ങൾക്കും. പക്ഷേ സഹോദരങ്ങളെന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ പേഴ്സണലി അങ്ങോട്ടും ഇങ്ങോട്ടും ആരുടെ കാര്യത്തിൽ ഇടപെടാനോ ഒരു വിഷമം വന്നാൽ താങ്ങി പിടിക്കാനോ പോയിട്ടില്ല. ആസ് എ ഫ്രണ്ട് ഇന്ദ്രയുടെ കൂടെ ഞാൻ എന്നും ഉണ്ടായിരുന്നു. ആസ് എ ബ്രദർ ഇവരാരും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ല. ആസി, നിൻ്റെ പപ്പേനെ കൊന്നതിൻ്റെ പേരിലാണ് നീ എന്നോട് മിണ്ടാണ്ടിരിക്കുന്നതെങ്കിൽ ഐ എം റിയലി ഷെയിം ഓഫ് യു. നിൻ്റെ പപ്പ കാണിച്ചതിന് കൊല്ലാതെ പിന്നെ ഞാൻ അയാളെ എന്ത് ചെയ്യാനാടാ? ഇല്ലാതെ നിനക്ക് അവിടെയാണ് തെറ്റിയത്. എൻ്റെ പപ്പ എന്തെങ്കിലും ആരുടെയും കൈ കൊണ്ട് തീരാനുള്ള തന്നെയാണ്. പക്ഷേ എന്നെ ഇവിടെ അകിയേട്ടന് മുമ്പ് എത്തിച്ചത് അതൊന്നുമല്ല.
ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, അഖിയേട്ടനൊന്നും അറിയില്ല. അത് ഇത്രയും നേരത്തെ അഖിയേട്ടൻ്റെ ഞെട്ടലും സംസാരം കേട്ടപ്പോഴെനിക്ക് മനസ്സിലായി. പക്ഷേ നിനക്കെല്ലാം അറിയാം. നീ എന്നോട് പറയുമല്ലോ അല്ലേ എന്താ ശരിക്കും അന്ന് നടന്നേന്ന്, ഫിദ ആരാ ശരിക്കും തട്ടിക്കൊണ്ടുപോയെന്ന്? തോന്നി അവളിത് പറഞ്ഞാണോന്ന്. ഇത്രയും നാൾ അവളത് പറയാതിരുന്നത് എൻ്റെ കൂടെ ജീവിക്കാമെന്നുള്ള അവളുടെ വ്യാമോഹം കൊണ്ടാണ്. നീ അത് നടക്കത്തില്ല എന്ന് അവൾക്ക് ഉറപ്പായി. അതുകൊണ്ട് അവളിത് പറയുമെന്ന് ഞാൻ വിചാരിച്ചതാ. ഞാൻ എൻ്റെ ഫ്രണ്ടിന് സത്യം ചെയ്ത് കൊടുത്തതാ, ഒരിക്കലും ഇത് നീ അറിയില്ല എന്ന്. ഈ ലോകത്ത് ആരറിഞ്ഞാലും നീ മാത്രം അറിയില്ല എന്ന്. പക്ഷേ ഇനിയും അത് പറഞ്ഞില്ലെങ്കിൽ ഒരുപക്ഷെ നീ പലതും ചിന്തിച്ചു കൂട്ടും. അതുകൊണ്ട് ഞാൻ പറയാം, എല്ലാം പറയാം.